ത്രില്ലർ സിനിമകളെ വെല്ലുന്ന ട്വിസ്റ്റായിരുന്നു കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ കൂട്ടമരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സംഭവിച്ചത്. വാദികളും സാക്ഷികളും എല്ലാം ഈ കേസിൽ പ്രതിയായി. ഇപ്പോഴിതാ കേസിന്റെ ഗൂഢാലോചന നടന്നത് കേരളത്തിലാണെന്ന പുതിയ ട്വിസ്റ്റാണ് പുറത്തുവരുന്നത്. കേസിലെ ഗൂഢാലോചനയിൽ അന്വേഷണം നടൻ പ്രകാശ് രാജിന്റെ നേർക്കും നീളുകയാണ്. ധർമ്മസ്ഥല വ്യാജ ആരോപണ കേസിലെ പ്രതിയായി അറസ്റ്റിലായ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച മൊഴിയിലാണ് നടനെതിരെ ഗുരുതര ആരോപണങ്ങളുള്ളത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ പ്രശസ്തി തകർക്കാനും ധർമാധികാരി വീരേന്ദ്ര ഹെഡ്ഗെയെ കൊടുക്കാനും കേരളത്തിൽ നിന്ന് 200 കോടി രൂപയുടെ ഗൂഢാലോചന നടന്നുവെന്നും പ്രകാശ് രാജിന് ഇതിനെക്കുറിച്ച് അറിയാമെന്നുമായിരുന്നു ചിന്നയ്യ മൊഴി നൽകിയിരുന്നത്. ഇതിനു മറുപടിയായി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരു പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി പ്രകാശ് രാജ് ആരോപണങ്ങൾ നിഷേധിച്ചു. താൻ ജീവിതത്തിൽ ഒരിക്കലും ധർമ്മസ്ഥല സന്ദർശിച്ചിട്ടില്ലെന്നും അവിടുത്തെ ഭരണസമിതിയുമായി യാതൊരു ബന്ധവുമില്ലെന്നുമാണ് പ്രകാശ് രാജ് പറയുന്നത്. എന്നാൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ആക്ടിവിസ്റ്റുമായ ഗിരീഷ് മട്ടന്നവർ വഴി ചിന്നയ്യ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന് പ്രകാശ് രാജ് സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഒരു ബന്ധവുമില്ലാത്ത കേസിൽ എന്തിനാണ് അവർ നടനെ വിളിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ പ്രകാശ് രാജിന് കഴിയുന്നില്ല. ഒരു ആക്ടിവിസ്റ്റ് കൂടിയായതുകൊണ്ടാണ് കേസിൽ സഹായം തേടിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ചിന്നയ്യയുടെ മൊഴി പുറത്തായതോടെ അന്വേഷണം പ്രകാശ് രാജിലേക്ക് കൂടി നീളുകയാണ്. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് എന്നാണ് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്ന കൂട്ടസംസ്കാര ആരോപണം ഇപ്പോൾ വിശേഷിക്കപ്പെടുന്നത്. മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ താൻ ഇവിടെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം അടക്കിയെന്ന് പറഞ്ഞ് ഒരു അസ്ഥികൂടവുമായി നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേസ് അന്വേഷിക്കാൻ പ്രത്യേക ടീമിന് രൂപം കൊടുത്തത്. പക്ഷേ 1/2 കോടിയോളം രൂപ മുടക്കി ധർമ്മസ്ഥലയിലെയും പരിസര പ്രദേശങ്ങളിലെയും വനമേഖലയിൽ കുഴിച്ചു നോക്കിയിട്ടും ഇവിടെ നിന്ന് ഏതാനും അസ്ഥികൾ മാത്രമാണ് കിട്ടിയത്. ഇതോടെയാണ് ചിന്നയ്യ അറസ്റ്റിലായത്. എന്തായാലും സനാതനധർമ്മത്തിനെതിരെ നടക്കുന്ന അതിഗുരുതരമായ ഗൂഢാലോചനകളുടെ കാണാപ്പുറങ്ങളിലേക്കാണ് ഈ ഒരു കേസ് വിരൽ ചൂണ്ടുന്നത്.